വികസന സദസ്സുമായി സഹകരിക്കേണ്ടതെന്നാണ്. പക്ഷേ മുസ്ലിം ലീഗിന്റെ ഇവിടുത്തെ ഒരു തീരുമാനം സഹകരിക്കാൻ നല്ലതായിരുന്നു. അല്ല, തിരുത്തു വരുത്തിയെങ്കിലും അതിലൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ടോ? അല്ല, അതിൽ ഒരു അവ്യക്തതയ്ക്ക് യാതൊരു ഇടമില്ല. ഒന്നാമത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പരിപാടികൾ ഈ ജില്ലയിൽ മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് വിഷ്വൽ ചെയ്ത ആൾക്കാരാണ്, ചാനലുകളൊക്കെ നിങ്ങൾ പുറത്തുവിട്ടതാണ്. വൈവിധ്യമാർന്ന പരിപാടികളാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗ് ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം മലപ്പുറം ജില്ലയിലെ ഏകദേശം ഒരു 90% പഞ്ചായത്തുകളും ഭരിക്കുന്ന ലീഗാണ്, UDF ആണ്. ഇവിടുത്തെ വികസന നേട്ടങ്ങൾ ഞങ്ങൾ ഒട്ടനവധി പദ്ധതികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഈ മൈക്രോ ലെവൽ കമ്മിറ്റി വന്നു, കാഡേഴ്സ് മീറ്റ് കഴിഞ്ഞു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സജീവമായിട്ട് ഫീൽഡിലാണ് അതിനോട്. ആ പദ്ധതിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിലക്കുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് വികസന സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. ആ വികസന സദസ്സും ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത സദസ്സുമായിട്ട് യാതൊരു ബന്ധമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ഭാവനാസമ്പന്നമായ പരിപാടികൾ ഈ 5 കൊല്ലക്കാലത്തിനിടയ്ക്ക് ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇവിടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തും ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആവിഷ്കരിച്ച പരിപാടികളൊക്കെ തന്നെ കേരള മോഡലാണ്. അത് പല സ്ഥലത്തും മലപ്പുറം മോഡൽ എന്നുള്ള നിലക്ക് തന്നെ സംസ്ഥാനത്ത് പല ഭാഗത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ജനങ്ങളിൽ എത്തിക്കുക, ഈ 5 കൊല്ലക്കാലത്തെ ഞങ്ങളുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സദസ്സ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അതോടൊപ്പം ഗവൺമെൻറ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കാണിച്ച സമീപനം, അധികാര വികേന്ദ്രീകരണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അധികാരം വെട്ടിച്ചുരക്കൽ, ലൈഫ് അടക്കമുള്ള ഭവന പദ്ധതിയുടെ പാളിച്ച, ഫണ്ടുകളുടെ വെട്ടിക്കുറവ്, ഇതൊക്കെ ഞങ്ങൾക്ക് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുന്നൊരു അവസരമാണ്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിലയ്ക്ക് ഈ പദ്ധതി കൂടി ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ സർക്കുലറിൽ നമ്മൾ സഹകരിച്ചില്ലെങ്കിലും സർക്കാർ ഇതുമായി മുന്നോട്ട് പോകുന്നു പറയുന്നുണ്ടല്ലോ, അത് സർക്കാരിന്റെ പരിപാടി സഹകരിക്കാന്നുള്ളതല്ല. അല്ലല്ല, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് അതിൽ പ്രഖ്യാപിതമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അത് അവർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി നമുക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ ആവിഷ്കരിച്ച പദ്ധതികൾ, വികസന പദ്ധതികൾ അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ വികസന സദസ്സ് കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അല്ല, സർക്കുലർ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ടത്. എന്താണെന്ന് വെച്ചാൽ അതിന് പറ്റിയൊരു സംഭവം വിചാരിച്ചാൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞങ്ങൾ ജില്ലാ കമ്മിറ്റി കൂടിയത്. കഴിഞ്ഞ ഞായറാഴ്ച ഞാനത് കഴിഞ്ഞ ഉടനെ തന്നെ തിങ്കളാഴ്ച നിയമസഭ ഉണ്ട്. എനിക്ക് തിങ്കളാഴ്ച നിയമസഭയിൽ ഞാനത് ഓഫീസിലേക്ക് ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അതിൽ വന്ന ഒരു ചെറിയ ക്ലരിക്കൽ എററായി എന്നുള്ളതിൽ കവിഞ്ഞതിന് വേറെ യാതൊരു ഇതും സർക്കാരിൻ്റെ സദസ്സുമായിട്ട് ഈ സദസ്സിന് യാതൊരു ബന്ധമല്ല. ഞാൻ പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ലീഗ് കൂടി അതിൻ്റെ ഭാഗമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്ക്, അത് ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വ്യക്തമായി പറയുന്ന ഒരു കാര്യം, സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സുമായി വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ പോലും മലപ്പുറം ജില്ലയിൽ ചേർന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ പോലും പക്ഷേ സർക്കാർ പറയുന്നത് UDF ഞാൻ വളരെ കൃത്യതയോടുകൂടി ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഒട്ടനവധി പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ തന്നെ പുറത്ത് കൂട്ടാതാണ്, നിങ്ങളെ ചാനൽ കൂടി പുറത്ത് വന്നാണ്. അത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിലക്ക് ഞങ്ങൾ ആവിഷ്കരിച്ചൊരു പരിപാടിയാണ് ഈ വികസന സദസ്സ് എന്നുള്ളത്. ആ വികസന സദസ്സിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്ന കാര്യമാണ് ഇപ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ചത്. ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതികൾ, പരിപാടി ജനങ്ങളിൽ എത്തിക്കുക, ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന ഈ തരത്തിലുള്ള നെറുകിട പ്രവർത്തനങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഇതൊക്കെയാണ് ഞങ്ങൾ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഒരു 15-ാം തീയതി ഇറക്കിയ സർക്കുലറിൽ അത് വ്യക്തമായിരുന്നു. പിന്നീട് ഇന്നലെ വീണ്ടും ഒരു സർക്കുലർ ഇറക്കും. അല്ല, സർക്കുലർ ഇറക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞ ക്ലറിക്കൽ എറർ വന്നാൽ അത് തിരുത്തേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമല്ലേ. അതുണ്ടാവും, എൻ്റെ ജാഗ്രത കുറവുണ്ടാവും, ഞാനത് സമ്മതിക്കണു. അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ. നമ്മളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇത് തിരക്ക് പിടിച്ചുകൊണ്ട് ഞായറാഴ്ച മീറ്റിംഗ് കഴിഞ്ഞ് എനിക്ക് രാത്രി വണ്ടിക്ക് തിരുവനന്തപുരം പോകണം, നിയമസഭയിൽ പോകണം. അതുകൊണ്ട് ചെറിയ ക്ലറിക്കൽ എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട്. അല്ലാതെ കേരളത്തിൽ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ആവിഷ്കരിക്കുന്ന വികസന സദസ്സ് ഞങ്ങളുടെ സദസ്സുമായിട്ട് യാതൊരു ബന്ധമല്ല. ഇത് ഞങ്ങളുടെ പദ്ധതികളും ഞങ്ങളുടെ പരിപാടികളും ഞങ്ങൾ ആവിഷ്കരിച്ച നൂതനമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ സദസ്സ് കൊണ്ട് മുസ്ലിം ലീഗ് ഐക്യ ജനാധിപത്യ മുന്നണി ലക്ഷ്യമിടുന്നത്. അല്ലാതെ വേറെ മറ്റൊരു തരത്തിലേക്ക് മുതൽ വഴി തിരിച്ചുവിടേണ്ട യാതൊരു ആവശ്യമില്ല. ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നൊരു പ്രസ്ഥാനമാണ്. അതിൻ്റെ ഈ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്ക് കോട്ടയാണ്.
മലപ്പുറം ജില്ല. ലീഗായിട്ടാണോ അതിൽ ലീഗായിട്ടാണോ നടത്തുന്നത്? UDF UDF ആയിട്ടാണ്. UDF ആയിട്ടാണ്. കാരണം ഞങ്ങൾ ഒറ്റക്കല്ല ഭരിക്കുന്നത്, ഞങ്ങളെ കൂടെ സപ്പോർട്ട് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ സർക്കാർ വികസന സദസ്സ് UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്തോളം നടത്തില്ല. അല്ല, അത് ഞാൻ പറയാൻ പയ്യ. അതൊക്കെ ഈ ഒരു സർക്കുലർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കണ്ടേ? ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനർ ഒരു സർക്കുലർ തന്നാൽ അത് എന്താണ് ആ സർക്കുലർ പറയുന്നത് അത് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തം നമുക്കുണ്ട്. ബഹിഷ്കരിക്കാനാണ് തീരുമാനം, ബഹിഷ്കരിക്കും ഞങ്ങൾ. നവകേരള സദസ്സ് പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ യാത്ര പോലെ ബഹിഷ്കരിച്ചതുപോലെ സർക്കാരിന്റെ അല്ല, നവകേരള സദസ്സും ഇത് രണ്ടും വ്യത്യാസമുണ്ട്. നവകേരള സദസ്സല്ല വേണ്ട, ഇത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് നടപ്പിലാക്കാൻ വേണ്ടി PR ഏർപ്പാടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൂടെ മുന്നോട്ട് പോവാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജലീലിനെതിരായ ആക്ഷേപം നിയമസഭയിൽ ഇതുവരെ എന്തുകൊണ്ടാണ് ഉന്നയിക്കാത്തത്? അതൊരു ആക്ഷേപമായിട്ട് ഞങ്ങൾ കണക്കാക്കണില്ല. അതിന് മറുപടി പറയേണ്ട ആൾക്കാർ ശക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ജലീലിന് കൊടുക്കേണ്ട മറുപടി ഫിറോസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതെന്ത് വേറെ നിയമസഭയിൽ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? അല്ലാതെ എത്രയോ പ്രാവശ്യം അവിടെ UDF-ന്റെ ആഭിമുഖ്യത്തിൽ ശക്തമായ പ്രക്ഷോഭം അവിടെ നടന്നില്ലേ? UDF-ന്റെ ആഭിമുഖ്യത്തിൽ പിന്നെ പ്രതിപക്ഷ നേതാവടക്കം പങ്കെടുത്ത ഒരുപാട് പരിപാടികൾ അവിടെ നടന്നല്ലോ ജലീലിനെതിരായിട്ടുള്ളത്. സമരം ഇനി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് UDF-ഉം മുസ്ലിം ലീഗും അതിന്റെ മുൻനിരയിലുണ്ടാവും. അത് ഞങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യും. ആ സർവകലാശാലയ്ക്ക് വേണ്ടി എടുത്ത സ്ഥലത്തിൽ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്നിപ്പോ അവിടെ സമരമാണ്. ആ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. അത് പകൽ പോലെ വിളിച്ചണലായിരിക്കും. അത് പുറത്തു കൊണ്ടുവരും. അത് ഇവരെ ശക്തമായ വെല്ലുവിളിക്കുന്നു. അതിനാണ് എന്തുകൊണ്ട് നിയമസഭയിൽ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, ജലീലിന് ഇപ്പൊ എന്തും പറയാന്ന്, ജലീലിന് എന്തും പറയാം. ജലീൽ അങ്ങനെ തുറന്ന കുട്ടികളെ ഒരു രൂപത്തിലുള്ളതാണ്. അതിന് മറുപടി പറയേണ്ട ആൾക്കാർ, ബന്ധപ്പെട്ട ആൾക്കാർ കൃത്യമായിട്ട് അതിന് മറുപടി പറയുന്നത്. നിയമസഭ ചേരുന്ന സമയത്ത് ഇത്രയും വിവാദം ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും ശക്തമായിട്ട് ഉന്നയിക്കാൻ നിയമസഭയിൽ തന്നെയല്ലേ? അല്ലെ, നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട സമയത്ത് ഞങ്ങൾ പറയും. നിയമസഭയിൽ ഉന്നയിച്ചേക്കോ? അല്ല, അത് ഞാൻ പറഞ്ഞ നിയമസഭക്കകത്ത് പറയേണ്ട അവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങളത് പറയും. ഇത് ഞങ്ങൾ പറഞ്ഞതാണ്. ഈ സംസ്കൃത സർവകലാശാലയുമായി ബന്ധപ്പെട്ട്, സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ മലയാള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പല്ലേ? അത് ഉന്നയിച്ചു. മുന്നെന്താണ് ഇതിപ്പോ എന്താണ് ഇത് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്താണ്? ഇത് ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിക്കണം, അത് പുറത്തു കൊണ്ടുവരണം. വ്യാപകമായ അഴിമതി, വലിയ തോതിലുള്ള ഇത് നടന്നിട്ടുള്ള വിഷയത്തിൽ എന്നുള്ളത് എല്ലാം പകൽ പോലെ വിളിച്ചാണ്. നിയമ നടപടി അല്ല, അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ആലോചിക്കേണ്ടതാണ്. നമുക്കിപ്പോൾ ഒരു ആവശ്യമെങ്കിൽ അത് ചെയ്യും. ലീഗ് എന്നുള്ള കാര്യത്തിൽ തർക്കമാണ്. ഈ സർക്കുലറിൽ ഒരു വിവാദമായതിനു ശേഷം നേതാക്കൾ ആരെങ്കിലും വിളിച്ചിരുന്നോ? ആരും വിളിച്ചിട്ടില്ല. വിളിച്ചത് ഞാൻ തന്നെ സർക്കുലർ പരിശോധിക്കായിരുന്നു. സംഭവം എന്താണെന്ന് ചോദിച്ചിട്ട് അല്ല, മുസ്ലിം ലീഗ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നോട് ചോദിച്ചു, ഇങ്ങനെ അമിത സർക്കുലർ കണ്ടോ, ഇങ്ങനെ സർക്കുലർ ഇതുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് ഞായറാഴ്ച മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ടാണ് നിയമസഭയ്ക്ക് പോകുന്നതാണ്. എന്നാലും അങ്ങനെ ഇതുണ്ട് നോക്കൊണ്ടുവന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയും ചെയ്യും. ഇത് ഇന്നലെ വിവാദമായതിന് പിന്നാലെ തന്നെ ഗോവിന്ദമാഷ് പറഞ്ഞത് പ്രതിപക്ഷത്തുനിന്ന് ഒരു നേതാവ് ഇത് സന്നദ്ധ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു വെച്ചു. വിവാദമായതിന് പിന്നാലെ തന്നെ അത് ഏതാണ് നേതാവാണെന്ന് എനിക്കറിയില്ല. ആ ഗോവിന്ദമാഷോട് തന്നെ ചോദിക്കണം. പേര് വെളിപ്പെടുത്തുന്നത് ഗോവിന്ദമാഷാണ്. ഇതിനെ ഭയപ്പെടുന്ന ഈ വിഷയത്തിൽ അങ്ങനെ ഒരു നേതാവ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ നേതാവിന്റെ പേര് ഗോവിന്ദ മാഷിക്ക് പറഞ്ഞുകൂടാ? ഇതുമായി ബന്ധപ്പെട്ട നവകേരള സദസ്സ് ഉണ്ടായപ്പോൾ സർക്കാരിന്റെ മന്ത്രിമാരും എല്ലാവരും ഓരോ ജില്ലയിലും വന്ന് മണ്ഡലത്തിലും വന്ന് വിഷയങ്ങൾ നേരിട്ട് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. അന്ന് വിട്ടു നിന്നത് സ്വാഭാവികമായിട്ടും ഈ മലപ്പുറം ജില്ലയിലെ ലീഗ് വലിയ ക്ഷീണം ഉണ്ടാക്കിയ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. എന്നാൽ സർക്കാരിനെ എതിരെ പറയാൻ അങ്ങനെ വിലയിരുത്തലൊന്നും ഉണ്ടായിട്ടില്ല. അതപ്പോ ഐക്യ ജനാധിപത്യ മുന്നണി ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഈ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഈ പ്രവർത്തനത്തിന് ഗുണകരമായ തീരുമാനങ്ങൾ എടുക്കുള്ളൂ. അതെപ്പോഴത് ഗുണമായിട്ടേ ഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും തന്നെയാണ് UDF-ന്റെ സംസ്ഥാന കമ്മിറ്റി ഇത്തരം വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കാറുള്ളൂ, തീരുമാനമെടുക്കാറുള്ളൂ.